നമസ്കാരം കുട്ടികളെ. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, ഒരു മീറ്റപ്പാണ്. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ 1996 മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഗാങ്ങിൻ്റെ പേര് ചെറീസ് എന്നാണ്. അപ്പോൾ ചെറീസിൽ ഞാനടക്കം 8 മെമ്പേഴ്സ്: അനുപമ, ശ്രീജ, ആനന്ദവല്ലി, മഹാലക്ഷ്മി, പൂനം, അതുല്യ, ലക്ഷ്മിപ്രിയ. ഇവരാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ അതിൽ 6 പേരാണ് ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാനടക്കം. അതിൽ പൂനത്തിന് അതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൂടണമെന്ന് വിചാരിക്കും, പക്ഷേ ചിലവർക്ക് വരാൻ പറ്റാറില്ല. അങ്ങനെ 7-8 വർഷത്തിന് ശേഷം 6 പേര് കൂടുകയാണ്. അടുത്ത വർഷം ദൈവം സഹായിച്ച എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഒരുപാട് ഇങ്ങനെ പുറത്ത് വ്ളോഗ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു വ്ളോഗ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിലോട്ട് സ്വാഗതം. അങ്ങനെ മാരാരി റിസോർട്ടിലോട്ടുള്ള യാത്രയിലാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീജിക്കൊപ്പം. എൻ്റെ പുത്രന്മാർ 2 പേരുണ്ട്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ ബാക്കി 4 പേരും കൂടെ വരാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 6 പേരുടെ 2 ദിവസത്തെ പരിപാടിയാണ്. ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളെത്തി മക്കളെ, എത്തി. ഞങ്ങൾ മാരാരി ബീച്ച് റിസോർട്ടിൽ വന്നു. ബ്ലൂ ടീ സെർവ് ചെയ്യുന്നുണ്ട്. അനു ഓൾറെഡി വന്ന് ചെക്ക് ഇൻ ചെയ്ത കാരണം ഞങ്ങൾ ന്യൂസുകളൊക്കെ കിട്ടിയായിരുന്നു. ഒരു ലോക്കൽ ചേച്ചിയുണ്ട്. ചേച്ചി വന്നിട്ട് നമുക്ക് ചായയും പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റൈൽ സ്നാക്സ് ഒക്കെ നമുക്ക് തന്നെ ഒരു ഇവർക്ക് പിള്ളേർക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് എന്റെ ഫ്രണ്ട് ശ്രീജ, അത് നമ്മുടെ അനുപമ പ്രകാശ്, ഇത് നമ്മുടെ മഹാലക്ഷ്മി. മഹാലക്ഷ്മിനെ നിങ്ങൾ കാണാൻ വഴിയില്ല, പുള്ളിക്കാരി UK-ലാണ്. ഇപ്പൊ കുറെ വർഷത്തിന്, നമ്മൾ എത്ര വർഷമായി കണ്ടിട്ട്? 20 വർഷമായി. മോളുടെ കുഞ്ഞായിരിക്കും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവള്. അപ്പൊ 18 വർഷം. അപ്പൊ ഞങ്ങൾ 3-4 പേര് എത്തിയിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മുടെ ഇതാണ് വേറെ 2 മാഡംസ്. ആ കുട്ടി വേറെ എവിടുത്തെയാണ് കേട്ടോ. ഇത് ഇവിടെ ഞങ്ങളിവിടെ രാത്രി അടിച്ചു പൊളിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേർ കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ടില്ല ഇതുവരെ. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സ്ലീവ്ലെസ് ഇതുവരെ ഇട്ടിട്ടില്ല മക്കളെ. എനിക്ക് ഇട്ടിട്ടൊരു കുഴപ്പമില്ല, പക്ഷെ ഒരു ചമ്മൽ ഇല്ലാണ്ടില്ല. പക്ഷെ ഞാനൊരു ജാക്കറ്റൊക്കെ വാങ്ങിച്ചു, പക്ഷെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് പിന്നെ ജാക്കറ്റ് ഇടാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ലാന്ന്. അങ്ങനെയുണ്ട്, നല്ല പ്രോപ്പർട്ടി കേട്ടോ. ഇത് ഞങ്ങൾ 3 പേര് ഇവിടെ താമസിക്കുന്നു. 3 പേര് ഇവിടെ താമസിക്കുന്നു. എന്തൊക്കെയോ ഒരു വേഷം കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സ് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം, ഞങ്ങളുടെ മെമ്മറീസ്. ഞാൻ മാത്രം കറങ്ങുന്നില്ല. വട്ടാണേ ഞങ്ങൾക്ക് വട്ടാണേ. പ്രത്യേകിച്ച് പറയുന്നില്ല. അതെ, ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചു. ഇതൊക്കെ വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഇവിടെ ാക്കിലോട്ടൊക്കെ പോകുന്നതിന് കവിക്ക് തിരി വരുന്നു. കുറച്ചൊന്ന് ഗ്യാപ്പിൽ നിന്നിട്ട് 45 വയസ്സാന്നോട് നമ്മുടെ ബാക്ക്
നമ്മളെവിടെ പോയപ്പോഴാണ് വൈറ്റ് പീക്കോക്കിനെ കണ്ടത്? ആ മരത്തിന്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാരാരി ബീച്ചിൽ ഒരു ദിവസം പിന്നിട്ടു. നാളെ രാവിലെ ആകുമ്പോൾ, ഇപ്പോൾ സമയം 4 മണി, നാളെ ഉച്ചയോടുകൂടി നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോകും. അപ്പോൾ 1.5 ദിവസം ഇതാന്ന് പറഞ്ഞ് പോവുകയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചു. ഒരുപാട് വർഷത്തിന് ശേഷം എല്ലാവരും കൊണ്ട് കണ്ടുമുട്ടിയപ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദേ ആർച്ചറി, അവി ഗോ ട്രൈ. ഈ നമ്മൾ നടന്നു പോകുമ്പോൾ മുകളിൽ നിന്ന് ഓലയും തേങ്ങയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാത്തിലും വലയിട്ടിട്ടുണ്ട്. നല്ല ഐഡിയ ആണ്. പിന്നെ ഈ പ്രോപ്പർട്ടി അടിപൊളിയാണ് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെയുള്ള, എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി. എല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തത് റൂം സർവീസ് ഇല്ല എന്നുള്ളതാണ്. അവർ റീസൺ പറഞ്ഞത് പട്ടികളുടെ ശല്യമൊക്കെ കൂടും, അതാണ് പറഞ്ഞ റീസൺ. പക്ഷേ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഇതേപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് പോയി കഴിക്കാനൊക്കെ ഒരു മടി തോന്നും. റൂമിലേക്ക് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ സൂപ്പറാണ്. ഇന്ന് ഇതേ കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. എന്ത് പെട്ടെന്ന് ദിവസങ്ങൾ പോയെന്നറിയാമോ. പിന്നെ ഞാൻ കൂടുതൽ വ്ളോഗൊന്നും എടുത്തില്ല. അങ്ങനെ 7 വർഷം കൂടി കാണുമ്പോഴത്തെ കുറേ വർത്തമാനം പറയാനുണ്ടായിരുന്നു. പല 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 കഥകൾ, പിന്നെ കോളേജിൻ്റെ കഥകളൊക്കെ അന്നുണ്ടായിരുന്നപ്പോൾ പറഞ്ഞ കഥകൾ എല്ലാ വർഷവും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എന്നാലും ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഓരോരുത്തർ പറയൂ ഞാനത് അറിഞ്ഞില്ലല്ലോ, നീ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെളുപ്പിന് 4 മണി വരെ വർത്തമാനം പറയും. അത് കഴിഞ്ഞിട്ടൊരു 7:30 മണിക്കും അങ്ങനെ 2 ദിവസം അങ്ങനെയായിരുന്നു. സൂപ്പറായിരുന്നു. അങ്ങനെ ഇനി അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാരാരി ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ 2 ദിവസം സൂപ്പറായിപ്പോയി. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? ഭയങ്കര. നമ്മളെ ഇനി വീണ്ടും കാണും ഉടനെ തന്നെ. അങ്ങനെ ഞങ്ങൾ യാത്രയാകുന്നു. പിള്ളേരെ ഒന്ന് തിരിഞ്ഞൊന്ന് ബൈ പറഞ്ഞെല്ലാവരും. അനു ബൈ. ആത്തു. അങ്ങനെ ഞങ്ങള്, ഞാനും പിള്ളേരും പിന്നെ എൻ്റെ കൂട്ടുകാരികളും. മഹാ, നമ്മളിനി എവിടെയാ നെക്സ്റ്റ്? അതല്ല, നെക്സ്റ്റ് കാണുന്നത് ദുബായില്. അത് കഴിഞ്ഞ് UK-ല് ആഹാരം കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കയിൽ അല്ലേ? നമ്മളെല്ലായിടത്തും ഇങ്ങനെ കറങ്ങുന്നേ. ഇനി നമ്മുടെ ലൈഫിൽ കുറച്ച് സമയം നമുക്കെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കണം. എപ്പോഴും മാത്രമേ പിന്നെ ചിന്തയുണ്ടാവുള്ളൂ. ഇതിന് പൈസ ചിട്ടി, നമ്മളെല്ലാരും ചിട്ടിയിൽ ചേരാൻ പോവാണേ. അതല്ല, ഇതൊക്കെയല്ലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടില്ല എന്നല്ല. എന്നാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴുമേ ചെറിഷ് ചെയ്യുന്ന 23 വർഷത്തെ ഓർമ്മകൾ വീണ്ടും 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 തേച്ച് മിനുക്കി വരത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, എത്ര പറഞ്ഞാലും സത്യം എത്ര ഇല്ല അല്ലേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മനസ്സോട് നമ്മളിപ്പോഴും 20-25 എത്ര ആയിട്ടുള്ളൂ. അല്ല, കോളേജിൽ 21 ആയിട്ടുള്ളൂ. ആ, കോളേജിൽ ഫൈനൽ ഇയർ ആയില്ലേ? 16 അല്ലല്ലോ. പോലെ ഒന്നുകൂടെ